വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻകം ടാക്സിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഓപ്പണിംഗ് തിയറീസ് നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിഡക്ഷൻസ് ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ്. അതായത് എന്താണ് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം? 5 ഹെഡ് ഉണ്ട് നമുക്ക് ഈ ടാക്സിൽ ഇൻകത്തിൻ്റെ സോഴ്സുകൾ 5 ഹെഡാണ്. ഒന്ന് സാലറി ഉണ്ട്, ഒന്ന് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ഒന്ന് പ്രൊഫഷൻ ആൻഡ് ബിസിനസ് PGBP എന്ന് പറയും, പിന്നെ അതർ സോഴ്സസ് ഉണ്ട്, പിന്നെ ഒന്ന് വരുന്നത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ 5 ഹെഡും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് കിട്ടുക? ഗ്രോസ് ടോട്ടൽ ഇൻകം. അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ചിലപ്പോൾ സെറ്റ് ഓഫുകളും ക്യാരി ഫോർവേഡുകളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാലാണ് ഈ പറയുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം വരുന്നത്. അതിൽ നിന്ന് അതായത് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് സാലറി, ഹൗസ് പ്രോപ്പർട്ടി, PGBP, അതർ സോഴ്സ്, ക്യാപിറ്റൽ ഗെയിൻ, അപ്പോൾ ഈ 5 ഹെഡും കൂടി കൂട്ടുക. ഇപ്പോൾ ഒരാൾക്ക് സാലറിയിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട്, സാലറി ആയിട്ട് അയാൾക്ക് ബിസിനസ് ഉണ്ട്, അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷൻ അയാൾ കൊണ്ട് നടക്കുന്നുണ്ട്, അതിൽ നിന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഫീസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ അയാൾക്ക് വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട്, അത് അതർ സോഴ്സാണ്. പിന്നെ അയാളുടെ ഒരു ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് അതിൽ നിന്ന് ഒരു ലാഭം കിട്ടിയിട്ടുണ്ട്, അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. അങ്ങനെ 5 ഹെഡുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടി. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചില ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ഇൻവെസ്റ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ ചില കോൺട്രിബ്യൂഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ, ആ നമ്മൾ കൊടുക്കുന്ന കോൺട്രിബ്യൂഷനെ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ സാധിക്കും. അതിനാണ് ഡിഡക്ഷൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, 5 ഹെഡ് ഒരു 10 ലക്ഷം രൂപ കിട്ടിയാൽ ഈ നമുക്ക് അനുവദനീയമായ ഡിഡക്ഷൻസ് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ ഉണ്ടെങ്കിൽ എന്താണ് 10 ലക്ഷത്തിൽ താഴെ വരും. ഓക്കെ, അപ്പോൾ ടാക്സ് പരമാവധി കുറച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ടാക്സിൻ്റെ ആ ലിമിറ്റ് കഴിഞ്ഞ് ചിലപ്പോൾ കുറയ്ക്കാനൊക്കെ അത് സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ ഡിഡക്ഷൻസിനെ കുറിച്ചിട്ട് അവിടെ പറഞ്ഞത്, അത് ചാപ്റ്റർ എന്താണ് 6A വരുന്നത്. ചാപ്റ്റർ 6A അത് 80C മുതൽ 80U വരെയാണ് ഇത് പറയുന്നത്. അതിൽ കോൺട്രിബ്യൂഷൻ ടു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രോവിഡൻറ്റ് ഫണ്ട് എക്സെട്ര. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അതുമാതിരി പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പ്രീമിയോ പ്രോവിഡൻറ്റ് ഫണ്ടോ അതിലേക്ക് നമ്മുടെ സാലറിന്നോ അല്ലെങ്കിൽ നമ്മൾ സ്വമേധയാ പൈസ അടയ്ക്കുന്നുണ്ടെങ്കിൽ, അത് 80C പ്രകാരം നമുക്ക് കിട്ടിയ ഈ ഗ്രോസ് ടോട്ടൽ ഇൻകം, അതായത് 5 ഹെഡുകൾ ഉണ്ടല്ലോ ഇൻകം ടാക്സിൽ, ആ 5 ഹെഡുകളിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത് കിട്ടിയ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്, അത് മൈനസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് ചില നിബന്ധനകളുണ്ട്. അത് സെക്ഷൻ 80Cയിലാണ് പറഞ്ഞത്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പ്രോവിഡൻറ്റ് ഫണ്ടും അത് SSC എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ, അത് ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി HUFന് മാത്രമേ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം അതേമാതിരി പ്രോവിഡൻറ്റ് ഫണ്ടിലും എന്ത് കിട്ടുള്ളൂ, അടയ്ക്കുകയാണെങ്കിൽ ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതിൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്താണെന്ന് വെച്ചാൽ 1,50,000 കുറവായിരിക്കണം. ഓക്കെ, ക്വാളിഫയിങ് എമൗണ്ട് എന്നാണ് ദ ഫോളോയിങ് കോൺട്രിബ്യൂഷൻ ഷാൽ ക്വാളിഫൈ ഫോർ ദ ഡിഡക്ഷൻ. അത് ഇൻഷുറൻസ് പ്രീമിയം ആണെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓൺ ആൻ ഇൻഷുറൻസ് ഫോർ ദ ലൈഫ് ഓഫ് സെൽഫ്, അതായത് നമ്മുടെ സ്വന്തം ലൈഫ് ഇൻഷുറൻസിന്, അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ സ്പൗസിൻ്റെയോ അല്ലെങ്കിൽ ചിൽഡ്രൻ്റെയോ ഈ ഇൻഷുറൻസ് അടയ്ക്കുകയാണെങ്കിൽ അത്. പിന്നെ പോളിസി ഇഷ്യൂഡ് ബിഫോർ 1/4/2012. ഓക്കെ, അതായത് അവനവന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വൈഫിനോ കുട്ടികൾക്കോ വേണ്ടിയിട്ട് ഇൻ ദ നെയിം ഓഫ് മെമ്പേഴ്സ്. അപ്പോൾ HUF ആവുന്ന നേരത്ത്, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി ആവുന്ന നേരത്ത് മെമ്പേഴ്സിൻ്റെ പേരിൽ പോളിസി ഷുഡ് ബി ഇഷ്യൂഡ് ബിഫോർ 1/4/2012. പോളിസി ഇഷ്യൂ ചെയ്തത് April 1, 2012 April 1 മുൻപാകണം. പ്രീമിയം പെയ്ഡ് ഓർ 20% ഓഫ് ദ പോളിസി എമൗണ്ട്. അപ്പോൾ ഇതിലൊന്നെങ്കിലും എന്താണ് നമ്മൾ ഈ ഒരു ഡേറ്റിന് മുൻപുള്ള പോളിസീൻ്റെ പ്രീമിയങ്ങൾ അടച്ചിരിക്കണം, അല്ലെങ്കിൽ 20% അതിൻ്റെ പ്രീമിയം എമൗണ്ടിൻ്റെ ടോട്ടൽ പോളിസി എമൗണ്ട് 20% അടച്ചിരിക്കണം, ഏതാണോ ചെറുത് എന്നുള്ളതാണ്. പോളിസി ഇഷ്യൂഡ് ഓൺ ആഫ്റ്റർ 2012 ഫസ്റ്റ് April 1 ആണെങ്കിൽ പ്രീമിയം പെയ്ഡിൻ്റെ 10%, പ്രീമിയം പെയ്ഡ് അല്ലെങ്കിൽ 10% ഓഫ്, ഓക്കെ, 10% വിച്ച് എവർ ഇസ് ലെസ് ആണ്. പിന്നെ പോളിസി ഇഷ്യൂഡ് ഓൺ ആഫ്റ്റർ ഫസ്റ്റ് April 2013, പ്രീമിയം പെയ്ഡ് ഓൺ ഓർ 15% ഓഫ് ദ പോളിസി എമൗണ്ട് വിച്ച് എവർ ഇസ് ലെസ്. അത് ഡിസേബിൾഡ് പേഴ്സൻ്റെ കേസാണ് 2013 ശേഷം വരുന്നത്. അപ്പോൾ ഇതൊക്കെ നോക്കുക. അപ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ ഒരു എമൗണ്ടാണ്, കണക്ക് വരുന്ന നേരത്തെ ഈ ഒരു ക്വാളിഫയിങ് എമൗണ്ട് നോക്കുക.
ഓക്കെ, ഇത് ജസ്റ്റ് ഒരു നോക്കുക. പിന്നെ കോൺട്രിബ്യൂഷൻ പ്രോവിഡൻറ്റ് ഫണ്ടിലേക്ക് വരുന്നത് സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രോവിഡൻറ്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ട്, അതിലേക്ക് അടയ്ക്കുന്ന പൈസയാണ്. പിന്നെ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ഇൻ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടാണ്. അത് ട്യൂഷൻ ഫീസ് ഓഫ് ചിൽഡ്രൻ വരും. ആൻ എമൗണ്ട് പെയ്ഡ് ആസ് ട്യൂഷൻ ഫീസ് എക്സ്ക്ലൂഡിംഗ് ഡെവലപ്മെൻറ്റ് ഫീസ് ഓർ ഡൊണേഷൻ. അതായത് ഡൊണേഷനും ഡെവലപ്മെൻറ്റ് ഫീസും കൊടുക്കുന്നൊന്നും കുറയ്ക്കാൻ പറ്റില്ല, പക്ഷേ ട്യൂഷൻ ഫീ ആയി കൊടുക്കുന്നത് കുറയ്ക്കാൻ പറ്റും. സ്കൂളാവാം, കോളേജ് ആവാം, യൂണിവേഴ്സിറ്റി ആവാം. അവിടെ എന്തെങ്കിലും നമ്മൾ ട്യൂഷൻ ഫീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടാക്സിൽ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതും ഈ പറയുന്ന നമ്മുടെ ഈ ATCയിൽ വരുന്ന ഒരു ഡിഡക്ഷനാണ്. പിന്നെന്താണ് ഡെപ്പോസിറ്റ് വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്. ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെപ്പോസിറ്റ് ഫോർ എ ഫിക്സ്ഡ് പീരീഡ് നോട്ട് ലെസ് ദാൻ 5 years വിത്ത് എ ഷെഡ്യൂൾഡ് ബാങ്ക്. അതായത് 5 കൊല്ലത്തേക്ക് ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലേക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അത് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഡെപ്പോസിറ്റ് ഇൻ 5 years ഓഫ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ട്. പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ 5 കൊല്ലത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. പിന്നെ റീപേയ്മെൻറ്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ലോണാണ്. ഹൗസ് ബിൽഡിംഗ് ലോൺ എന്താണ് റീപേയ്മെൻറ്റ് ചെയ്യുക, അതിൽ വരുന്നുള്ളതാണ്. ദെൻ ലോൺ ടേക്കൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അപ്രൂവ്ഡ് ഫോർ ദ പർപ്പസ്. ലോണ് കിട്ടുന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് പർച്ചേസ് ഓഫ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് വരും. അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, അതും നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. സബ്സ്ക്രിപ്ഷൻ ടു എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൻ്റെ എന്താണ് എലിജിബിൾ ഇഷ്യൂവിനുള്ള എന്തെങ്കിലും എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിലാണ് അത് ATC പ്രകാരം കുറയ്ക്കാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ ടു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ULIP അത് കുറയ്ക്കാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ ടു എനി യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട് കുറയ്ക്കാൻ സാധിക്കും. പർച്ചേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് കുറയ്ക്കാൻ സാധിക്കും. ഡെപ്പോസിറ്റ് ഇൻ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം കുറയ്ക്കാൻ സാധിക്കും. ഡെപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സീനിയർ സിറ്റിസൻ്റെ സേവിങ്സ് സ്കീമിനോ സുകന്യ സമൃദ്ധിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ടോ, ഇപ്പോൾ ഹൈവേ ബോണ്ട് ഉണ്ടാവില്ല, ഗവൺമെൻറ് ഇറക്കുന്ന ബോണ്ടുകൾ, ഡിബഞ്ചർ പോലത്തെ ബോണ്ട്, അത് വാങ്ങുക. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആ പൈസ എന്താണോ വാങ്ങിയത് ആ പൈസ എന്താണ് നമുക്ക് ഈ പറയുന്ന മാതിരി ഡിഡക്റ്റ് ചെയ്യാൻ നമ്മുടെ ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്. ഇനി കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ടാണ്. അതും എന്താണ് അത് ATCC ആണ്. ATCCC കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട്. ഇവിടെ ATCയിൽ എന്താ വരുന്നത് ഇൻഷുറൻസ് പ്രീമിയം പ്രൊവിഡൻറ്റ് ഫണ്ട് എക്സെട്രയാണ്. അപ്പോൾ എക്സെട്ര എന്ന് പറയുമ്പോൾ ഇൻഷുറൻസ് പ്രീമിയം പ്രൊവിഡൻറ്റ് ഫണ്ടും പ്രധാനമായിട്ട് പറയുന്നുണ്ട്. ഇതിൻ്റെ എമൗണ്ട് 1,50,000 വരെ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. പിന്നെന്താണ് ഇതിലല്ലാതെ തന്നെ ATCയിൽ നിന്നുണ്ട് ഈ പർച്ചേസ് ഓഫ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, കോൺട്രിബ്യൂഷൻ ടു അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ട്, ട്യൂഷൻ ഫീ, ഷെഡ്യൂൾഡ് ബാങ്കിൽ ഡെപ്പോസിറ്റ്, ടൈം എന്താണ് പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റ്, റീപേയ്മെൻറ്റ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ലോണ്, പിന്നെന്താണ് സേവിങ്സ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, ഇൻട്രസ്റ്റ് ഡ്യൂ ഓൺ NSC, സബ്സ്ക്രിപ്ഷൻ ടു എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ, സബ്സ്ക്രിപ്ഷൻ ടു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാന്, സബ്സ്ക്രിപ്ഷൻ ടു എനി യൂണിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, പർച്ചേസ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട്, ഡെപ്പോസിറ്റ് ഇൻ സീനിയർ സിറ്റിസൺ സേവിങ് സ്കീം, ഡെപ്പോസിറ്റ് ഇൻ സുകന്യ സമൃദ്ധി അക്കൗണ്ട്. ഇതൊക്കെ എന്താണ് ATCയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ പോയിന്റുകളൊക്കെ ബൈഹാർട്ട് പഠിച്ചാൽ പറ്റുള്ളൂ. പിന്നെ ATCCയിൽ വരുന്നത് പെൻഷൻ ഫണ്ടാണ്. അപ്പോൾ അത് ഇൻഡിവിജ്വൽ മാത്രമേ കിട്ടുള്ളൂ പെൻഷൻ ഫണ്ട്. HUFന് മറ്റൊരു തരത്തിലുള്ള 7 തരം പേഴ്സൺസിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അത് നമ്മുടെ 5th സെമ്മിൽ പറയുന്നുണ്ട്. 7 തരത്തിൽ വരുന്ന എന്തൊക്കെയാണ്? ഒന്ന് ഇൻഡിവിജ്വലാണ്, പിന്നെ ഒന്ന് HUF ആണ്, ഹിന്ദു അൺഡിവൈഡ് ഫാമിലി, പിന്നെ കമ്പനിയാണ്, പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്, പിന്നെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ വരുന്നുണ്ട്, ഓക്കെ പാർട്ട്ണർഷിപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുന്നുണ്ട്, 7 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ആ 7 എണ്ണം നോക്കി വെക്കുക. അപ്പോൾ അതിൽ ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് അത് ഇൻഡിവിജ്വലിന് മാത്രമേ അത് കിട്ടുള്ളൂ. അത് എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ വരുന്നത് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 1,00,000 രൂപ, 1,50,000 രൂപ ഏതാണോ ചെറുത് അതാണ് ഡിഡക്ഷനായിട്ട് കിട്ടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ATCCC അല്ലേ, ഇത് ATCCDയിൽ പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അത് ATCCDയിലാണ് വരുന്നത്. അത് ഇൻഡിവിജ്വലിനെ കിട്ടുള്ളൂ, അതായത് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയിക്കാണ്. എലിജിബിലിറ്റി കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ, അത് നമുക്ക് സാധാരണക്കാർക്ക് വേണമെങ്കിൽ ഇടാൻ തോന്നും. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലാത്തവർക്ക് വേണമെങ്കിൽ പെൻഷൻ സ്കീം ഓഫ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പൈസ നമ്മൾ, പക്ഷേ മറ്റവർക്ക് സാലറിയിൽ നിന്ന് പോവാണ്, നമ്മൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിടേണ്ടി വരും. അപ്പോൾ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ എംപ്ലോയി ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്. ഇതിൽ എത്ര എമൗണ്ട് ആണോ കോൺട്രിബ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ സാലറീൻ്റെ 10% ഏതാണ് ചെറുത് അത്. ഓർ ഇൻ കേസ് ഓഫ് അതർ ഇൻഡിവിജ്വൽസ്, അതായത് ഗവൺമെൻറ് എംപ്ലോയി ആണെങ്കിൽ അയാളുടെ സാലറീൻ്റെ 10% എന്താണ്, അല്ലെങ്കിൽ അയാളുടെ പൈസയോ പെൻഷൻ സ്കീമിലേക്ക്, അതിൽ ഏതാണോ കുറവ്
അത് എന്താണ് ഡിഡക്ഷനായി വരും എന്നുള്ളതാണ്. ഓർ ഇൻ കേസ് ഓഫ് അതർ ഇൻഡിവിജ്വൽ അപ് ടു 20% ഓഫ് ഹിസ് ഗ്രോസ് ടോട്ടൽ ഇൻകം, മറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയീസ് അല്ലെങ്കിൽ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 20% അവർക്ക് എന്താണ് ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ്. ഇനി എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ എംപ്ലോയർ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്, അതായത് എംപ്ലോയർ ഇട്ട കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സാലറീൻ്റെ 10% ഏതെങ്കിലും ചെറുതാണെങ്കിൽ. പിന്നെ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ഓർ 14% ഓഫ് സാലറി വിച്ച് എവർ ഇസ് ലെസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ ബൈ ഹാർട്ട് പഠിച്ചേ പറ്റുള്ളൂ. പിന്നെ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആണ്. അപ്പോൾ അഗ്രിഗേറ്റ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ATCCE ആണ്. അതായത് നമ്മുടെ ATC, ATCCC, ATCCD ഇത് മൂന്നും കൂടി കൂട്ടുമ്പോഴും 1,50,000 കൂടാൻ പാടില്ല എന്നുള്ളതാണ്. മൂന്നും കൂടെ കൂട്ടുമ്പോഴും എന്താണ് 1,50,000 കൂടാൻ പാടില്ല. അത് മൂന്നും ഉണ്ടെങ്കിൽ എന്താണ് മൂന്നും കൂടെ 1,50,000 മുകളിൽ പോകാൻ പാടില്ല. കോൺട്രിബ്യൂഷൻ ടു പെൻഷൻ ഫണ്ട് എലിജിബിൾ ഫോർ അഡീഷണൽ ഡിഡക്ഷൻ ഓഫ് ₹50,000. ഇപ്പോൾ പെൻഷൻ ഫണ്ട് ഉണ്ടെങ്കിൽ 50,000 വേണമെങ്കിൽ കൂട്ടിയിട്ട് കുറയ്ക്കാൻ പറ്റും. അതായത് അതും കൂടി കൂട്ടിയിട്ട് കുറയ്ക്കാൻ പറ്റും. ദ എമൗണ്ട് കോൺട്രിബ്യൂട്ടഡ് ബൈ എംപ്ലോയർ ഇൻ പെൻഷൻ സ്കീം ഷാൽ നോട്ട് ഇൻക്ലൂഡ് ഇൻ റുപ്പീസ് ഓഫ് 1,50,000. അത് എംപ്ലോയർ ഇട്ട കോൺട്രിബ്യൂഷൻ ആണ്. പിന്നെ ഇതിൽ വരുമ്പോൾ അത് കൂട്ടില്ല എന്നുള്ളതാണ്. അത് തനിച്ചുണ്ടെങ്കിൽ അത് കുറയ്ക്കാം. ഇത് മൂന്നും വരുന്നുണ്ടെങ്കിൽ എന്താണ് എംപ്ലോയർ ഇട്ട കോൺട്രിബ്യൂഷൻ, അതായത് അതിൽ കുറയ്ക്കാൻ സാധിക്കില്ല. അതൊന്ന് നോക്കി വെക്കുക. ഇനി 80D ആണ്. അത് ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമാണ്. അത് ഇൻഡിവിജ്വലിനും HUFനും കിട്ടുന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ എലിജിബിലിറ്റി. അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ SI ചോദിക്കും കേട്ടോ. SI ചോദിക്കുന്ന നേരത്തെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഓരോന്നിനും മെയിൻ ഹെഡിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് ആർക്കാണ് ഇത് കിട്ടുക, അതിൻ്റെ ക്വാളിഫയിങ് എമൗണ്ട് അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. കാര്യം ബാക്കിയുള്ള നമ്മൾ കണക്ക് ചെയ്യണ നേരത്തെ നോക്കേണ്ട കാര്യങ്ങളാണ്. എക്സാമിന് തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് മാത്രം പഠിച്ചു വെച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അതിൽ 80CCD അത് പറയുന്നത് ഇൻഡിവിജ്വലിനും HUFനെ കിട്ടുള്ളൂ. അത് മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിൻ്റെ എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ അവനവനോ സ്പൗസിനോ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനോ പാരൻസിനോ അല്ലെങ്കിൽ എന്താണ് HUFൻ്റെ കേസാകുമ്പോൾ അവരെ മെമ്പേഴ്സിനോ ആണ് കിട്ടുക. അവർക്ക് മെമ്പേഴ്സിന് വേണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്താണ് എനി മോഡ് ഓഫ് പേയ്മെൻറ്റ് അതർ ദാൻ ക്യാഷ് ആയിരിക്കണം. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ്സിന് കിട്ടില്ല. അത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അവനവനോ സ്പൗസിനോ ചിൽഡ്രനോ ആണെങ്കിൽ പ്രീമിയം പെയ്ഡ് അല്ലെങ്കിൽ ₹25,000 വരെ എന്ത് കിട്ടുക നമുക്കിതിൻ്റെ ഈ ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ്, വിച്ച് എവർ ഇസ് ലെസ്. ഇനി ഫോർ പാരൻസ് ആണെങ്കിൽ എന്താണ് അഡീഷണൽ ₹25,000 ഈസ് എലിജിബിൾ. പ്രീമിയം പെയ്ഡ് ഓർ ₹25,000 വിച്ച് എവർ ഇസ് ലെസ് ആ കിട്ടുക. ഇഫ് എനി ഓഫ് ദം ഇസ് എ സീനിയർ സിറ്റിസൺ, പാരൻസ് എന്താണ് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ എന്താണ് 25,000 പകരം ₹50,000 വരെ ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ്. ഇനി മെമ്പേഴ്സ് ഓഫ് HUF ആണെങ്കിൽ അവരെ മെമ്പേഴ്സ് എന്താണ് സീനിയർ സിറ്റിസൺസ് അല്ലെങ്കിൽ 25,000 വരെ കിട്ടും, അല്ലെങ്കിൽ എന്താണ് 50,000 വരെയാണ് എന്ത് കിട്ടുക ഡിഡക്ഷൻ കിട്ടുക. 80D ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയമാണ്. ഇനി വരുന്നത് നമ്മൾ എന്തെങ്കിലും പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പുകൾ, ഇപ്പോൾ കോവിഡ് സമയത്തൊക്കെ നമ്മൾ പല ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും നമുക്ക് ഡിഡക്ഷൻ കിട്ടും. അത് എമൗണ്ട് പെയ്ഡ് ഫോർ പ്രിവെൻറ്റീവ് ഹെൽത്ത് ചെക്കപ്പ് ഫോർ സെൽഫ്, സ്പൗസ്, ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ ഓർ പാരൻസ് ഷാൽ ബി എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അപ് ടു 5,000 ബട്ട് വിത്തിൻ ദ മാക്സിമം ലിമിറ്റ്സ് പ്രിസ്ക്രൈബ്ഡ് 25,000 to 50,000. അതായത് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് 5,000 വരെ കിട്ടും. ഇപ്പോൾ ഇതൊരു 20,000 ചിലവ് വന്നു എന്തിന് ഈ പറയുന്ന മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസ് അവനാനെ എടുത്താണ്. അതിന് പുറമെ നമ്മളൊരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് ഒരു 5,000 കിട്ടി. അപ്പോൾ ആ 5,000 കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ 20,000 കൂടി 5,000 കൂടി ചേർത്താൽ 25,000 വരെ പോകും. നമ്മൾ സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം എന്താണ് നമ്മൾ ആ 25,000 വരെ നമുക്ക് ഇത് എലിജിബിലിറ്റി ഉള്ള ഇത് കിട്ടി. പിന്നെ ഒരു 5,000 കൂടി എന്താണ് ഇതിലേക്ക് കുറയ്ക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്താണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് റിലേറ്റീവ് ആണ്. അതായത് ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് റിലേറ്റീവിൻ്റെ എന്താണ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനുള്ള ചിലവ് അത് 80DD ആണ്. ഡിഡക്ഷൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് റിലേറ്റീവ്. നമ്മളൊരു ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവ് ഉണ്ട്, അയാൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് എന്താണ് ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കണം, ഇന്ത്യയിൽ റെസിഡൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ 150 ദിവസം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തിൽ നിന്ന ആളായിരിക്കണം. റെസിഡൻറ്റ് നോൺ NRI ആവാൻ പാടില്ല. HUFൽ കിട്ടും ഈ ഒരു ഡിഡക്ഷൻ 80DD ആണ്. ഓക്കെ, അതായത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ് ഡിസേബിൾഡ് റിലേറ്റീവ് ആണ്. അതിൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് പേഴ്സൺ ഓൺ എമൗണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട് എനി സ്കീം. അപ്പോൾ LICൻ്റെ സ്കീം പ്രകാരം ഈ പറയുന്ന ഡിപ്പെൻഡൻറ്റ് റിലേറ്റീവിന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന പൈസ ആയിരിക്കണം. അത് 75,000 കിട്ടും. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 വരെ കിട്ടുന്നതാണ്. ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസ് ആണ്. അപ്പോൾ ചില സ്പെസിഫൈഡ് ഡിസീസസ് ഉണ്ട്. അപ്പോൾ ആ സ്പെസിഫൈഡ് ഡിസീസസിൻ്റെ ഇതിവിടെ കൊടുത്ത് അത് നോക്കേണ്ട കാര്യമില്ല.
അത് പലതരത്തിലുള്ള ഡിസീസുകളുണ്ട്, ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് HUF കിട്ടുക. അപ്പോൾ അത് ഒന്നുകിൽ അവനാന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്ന സഹോദരൻ സഹോദരിക്കാവാം. എനി മെമ്പർ ഓഫ് HUF ഇൻ റെസ്പെക്ട് ഓഫ് ഡിസീസ് വിച്ച് മേ ബി സ്പെസിഫൈഡ് ഇൻ ദ റൂൾസ്. എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ വരെ എമൗണ്ട് പെയ്ഡ് ഓർ ₹40,000 വരെ കിട്ടുന്നതാണ് 80DDB. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 1 ലക്ഷം വരെ കിട്ടുന്നതാണ്. ഇനി 80E എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ ആണ്. അത് SSC എൻടൈറ്റിൽ ഫോർ ഡിഡക്ഷൻ. അത് ഇൻഡിവിജ്വൽ മാത്രമേ കിട്ടുള്ളൂ. നമ്മുടെ സെൽഫിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ നമ്മൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ലോൺ എടുക്കുകയാണെങ്കിൽ ഓക്കെ. പിന്നെന്താണ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ വരിക എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ്. എത്ര ഇൻട്രസ്റ്റ്, അതായത് നമ്മളൊരു എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ട്, അതിന് ഇൻട്രസ്റ്റ് അടയ്ക്കുന്നുണ്ട്. അവനാന് വേണ്ടിയാവാം അല്ലെങ്കിൽ റിലേറ്റീവിനാവാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ആ ലോൺ അടയ്ക്കുന്ന പലിശ ഡിഡക്ഷനായിട്ട് കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ 80EE ആണ്. 80Eൻ്റെ കേസ് SSC എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ഇൻഡിവിജ്വലിനാണ് കിട്ടുക. അപ്പോൾ അത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ആണ്. നമ്മൾ റെസിഡൻഷ്യൽ ഹൗസിന് വേണ്ടി ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. അത് ഏപ്രിൽ 2016 മുതൽ മാർച്ച് 2017 ഉള്ളിലായിരിക്കണം ലോൺ എടുക്കേണ്ടത്. 50,000 വരെ കിട്ടും എന്നുള്ളതാണ്. അത് സെക്ഷൻ 24 പ്രകാരമാണ് 2 ലക്ഷം വരെ പോകും, സെക്ഷൻ 80E പ്രകാരം. അത് ഇതുവരെ നിങ്ങൾ നോക്കി വെച്ചാൽ മതി. പിന്നെ വരുന്നത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ റെസിഡൻഷ്യൽ ഹൗസ് ആണ്. അത് 80EEA ആണ്. അത് ഇൻഡിവിജ്വലിന് കിട്ടുന്നതാണ്. അത് 1,50,000 വരെ കിട്ടും. അത് ഏപ്രിൽ 2000, ഈ ഡേറ്റ് നോക്കുക, വ്യത്യാസമുണ്ട്. ഇത് ഏപ്രിൽ 2016 ആണെങ്കിൽ 2019, ഇത് മാർച്ച് 2022 ആണ്. കണ്ടീഷൻ പറഞ്ഞത് ദ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ഓഫ് ദ ഹൗസ് പ്രോപ്പർട്ടി ഡസ് നോട്ട് എക്സീഡ് 45 ലക്ഷം. അതായത് 45 ലക്ഷത്തിന് മുകളിൽ വാല്യൂ എന്താവാൻ പാടില്ല, വീടാവാൻ പാടില്ല എന്നുള്ളതാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ. ഇനി അടുത്തത് പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 80EEB എന്ന് പറഞ്ഞ പുതിയൊരു സെക്ഷനാണിത്. 2019-23 ഇടയിൽ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട്. അതിനടയ്ക്കുന്ന ഇൻട്രസ്റ്റ് അത് 1,50,000 വരെ എന്ത് കിട്ടും നമുക്കതിന് പലിശ കേട്ടോ അടിക്കുന്ന ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ ഫോർ പർച്ചേസ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ 80EEB ആണ്. 80E എന്നാണ് റെസിഡൻഷ്യൽ ഹൗസ് ആണ്. ഇത് 80EA റെസിഡൻഷ്യൽ ഹൗസ് തന്നെയാണ്. 80EEB എന്നാണ് അത് ഇലക്ട്രിക് വെഹിക്കിളിനാണ്. ഇനി 80G ആണ്. 80G എന്താണ് ഡൊണേഷൻ ഫോർ സർട്ടൻ ഫണ്ടാണ് ആൻഡ് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഡൊണേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, അതിനും ഈ പറഞ്ഞ ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ SSC എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ. അപ്പോൾ SSCക്ക് ഈ ഡിഡക്ഷൻ കിട്ടുന്ന ആർക്കൊക്കെയാണ്, എല്ലാ ടൈപ്പ് SSCക്കും ഡിഡക്ഷൻ കിട്ടും. അത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ആവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻഡിവിജ്വൽസ് ആവാം, അല്ലെങ്കിൽ BOI ആവാം, HUF ആവാം, അങ്ങനെ ഏത് തരം നമ്മളെ പേഴ്സൺസിനും കിട്ടുന്നുള്ളതാണ്. അത് കണ്ടീഷൻ വരുന്നത് ഒരിക്കലും നമ്മൾ കാശായിട്ടേ കൊടുക്കാൻ പാടുള്ളൂ, അല്ലാണ്ട് കൈൻഡായിട്ട് നമ്മളെന്തെങ്കിലും വസ്തു വാങ്ങിക്കൊടുത്താൽ, ഡൊണേഷനായി കൊടുത്താൽ അതിന് ഡിഡക്ഷൻ കിട്ടില്ല. ഡൊണേഷൻ എക്സീഡ് ₹2,000 ഷുഡ് ബി പെയ്ഡ് ബൈ എനി മോഡ് അതർ ദാൻ ക്യാഷ്. 2,000 രൂപ വരെ നമുക്ക് ഡൊണേഷൻ ക്യാഷായിട്ട് കൊടുക്കാം. അതിന് മുകളിൽ കൊടുക്കുന്നതൊക്കെ ചെക്കായിട്ടോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ ആയിരിക്കണം. ഡൊണേഷൻ ഷുഡ് നോട്ട് ബി ഗിവൺ ഫോർ ബെനിഫിറ്റ് ഓഫ് റിലീജിയന് വേണ്ടി കൊടുക്കരുത്, ക്ലാസ്സിന് വേണ്ടി, ക്രീഡിന് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കരുത്. ഇറ്റ് ഷുഡ് ബി ഇൻ സ്പെസിഫൈഡ് ഫണ്ട്, ഒരു പ്രത്യേക ഫണ്ടിനോ ഇൻസ്റ്റിറ്റ്യൂഷനോ വേണ്ടി കൊടുക്കണം. അപ്പോൾ അതിൽ 100% ഈ കൊടുക്കുന്ന ഡൊണേഷനും നമുക്ക് ഡിഡക്ഷൻ കിട്ടുന്നത് ഒന്ന് നാഷണൽ ഡിഫൻസ് ഫണ്ടിന് കൊടുത്താൽ കിട്ടും, നാഷണൽ ചിൽഡ്രൻസ് ഫണ്ടിന് കൊടുത്താൽ കിട്ടും, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിന് കൊടുത്താൽ കിട്ടും, പ്രൈം മിനിസ്റ്റേഴ്സ് അർമേനിയ എർത്തുകേക്ക് റിലീഫ് ഫണ്ടിന് കിട്ടും, ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിന് കൊടുത്താൽ കിട്ടും, നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണിക്ക് കിട്ടും, നാഷണൽ ഇൽനസ് അസിസ്റ്റൻസ് ഫണ്ട് കിട്ടും, നാഷണൽ ഓർ സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന് കിട്ടും, നാഷണൽ സ്പോർട്സ് ഫണ്ട് സെറ്റപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ് കിട്ടും, നാഷണൽ കൾച്ചറൽ ഫണ്ട് സെറ്റപ്പ് ബൈ സെൻട്രൽ ഗവൺമെൻറ് കിട്ടും, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസിന് കിട്ടും, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഫണ്ടുകളും കിട്ടുന്നതാണ്. ഈ ഫണ്ടുകളൊക്കെ പഠിച്ചു വെക്കണം. ഇത് 100% എന്ത് കിട്ടും, നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ കംപ്ലീറ്റ് ആയിട്ട് എന്ത് കിട്ടും, നമുക്ക് ഡിഡക്ഷനായിട്ട് കിട്ടും എന്നുള്ളതാണ്. ഇനി ഒരു ലിമിറ്റും ഇല്ലാത്ത ഡൊണേഷൻ അത് 50% കിട്ടുന്നത് എന്തൊക്കെയാണ് നോക്കാം. അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രൗട്ട് റിലീഫ് ഫണ്ടിനാണ് കിട്ടുക. അതായത് നോ ലിമിറ്റ് ഡൊണേഷൻ ആണ്. ഒരു ലിമിറ്റ് ഞാൻ കൊടുത്ത 50% വരെ കിട്ടും. അത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രൗട്ട് റിലീഫ് ഫണ്ടിന് കിട്ടും. ഇനി വിത്ത് ലിമിറ്റേഷൻ ഡൊണേഷൻ 100% കിട്ടണമെങ്കിൽ ഇവിടെയും നോ ലിമിറ്റഡ് ഡൊണേഷൻ ആണ്. എത്ര വരെ കൊടുക്കാം, ഇപ്പോൾ ഒരു 10 ലക്ഷം കൊടുത്താലും ഇതിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. നാഷണൽ ഡിഫൻസ് ഫണ്ടിന് കൊടുത്താൽ 10 ലക്ഷം നമ്മുടെ ടോട്ടൽ ഇൻകം കുറയ്ക്കാം.
ഇവിടെ പറഞ്ഞത് നോൺ ലിമിറ്റ് ഡൊണേഷൻ ആണ്. അതും എന്താണ്, നമ്മൾ പ്രൈം മിനിസ്റ്റർ ഡ്രൗട്ട് റിലീഫ് ഫണ്ട് കൊടുത്താൽ അതിൻ്റെ 50%, 10 ലക്ഷം കൊടുത്താൽ 5 ലക്ഷം കുറയ്ക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന്. ഇനി വിത്ത് ലിമിറ്റ് ഡൊണേഷൻ ആണ്, കുറച്ച് ഫണ്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എന്താണ് 100% കൊടുക്കുന്ന എന്തൊക്കെയാണ്, ഡൊണേഷൻ ടു ഗവൺമെൻറ് ഓർ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഫാമിലി പ്ലാനിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഡൊണേഷൻ, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കൊടുക്കുന്ന ഡൊണേഷൻ. പിന്നെ വിത്ത് ലിമിറ്റ് ഡൊണേഷൻ 50% കൊടുക്കുന്നതാണ് ലോക്കൽ അതോറിറ്റി, നമ്മുടെ പഞ്ചായത്തിനോ കോർപ്പറേഷനോ കൊടുക്കുന്ന ഡൊണേഷൻ. പിന്നെന്താണ് ചാരിറ്റബിൾ ഓർഗനൈസേഷന് കൊടുക്കുന്നത്, അത് ATG പ്രകാരം എന്താണ് അപ്രൂവ് ചെയ്ത ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ആയിരിക്കണം. പിന്നെ ഏതെങ്കിലും അതോ ഒരു ടൗൺ ഡെവലപ്പ് ചെയ്യാനോ വില്ലേജ് ഡെവലപ്പ് ചെയ്യാനൊക്കെ കൊടുക്കാം. പിന്നെ ടെമ്പിളിനും മോസ്കിനും ഇതിനൊക്കെ കൊടുക്കാം, അത് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു എമൗണ്ട് നോക്കി വെക്കുക. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ഡൊണേഷനിൽ ഒരു 3 പഠിച്ചു വെക്കുക, നോ ലിമിറ്റിൽ ഒന്നേ ഉള്ളൂ. പിന്നെ എന്താണ് നോ ലിമിറ്റിൽ അത് 100% ഒരു 3 പഠിച്ചു വെക്കുക, നോൺ ലിമിറ്റിൽ 50% ഒന്ന് ഉള്ളൂ, അത് പഠിച്ചു വെക്കുക. വിത്ത് ലിമിറ്റിൽ 100% ഒരു 3 പഠിച്ചു വെക്കുക, 2 ഉള്ളൂ, 2 പഠിച്ചു വെക്കുക. ഇതിലും ഒരു 2 പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി സെക്ഷൻ 80GG ആണ്, അത് റെൻ്റ് അടയ്ക്കുന്നതിനാണ്, അതായത് ഒരു ഇൻഡിവിജ്വലിനെ അത് കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇനി 80GG ആണ്, അത് റെൻറ്റ് പെയ്ഡ് ആണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ SSC എൻടൈറ്റിൽ ടു ഡിഡക്ഷൻ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും. ഹൗസ് റെൻറ്റ് എക്സ്പെൻസ് ഇൻകേർഡ് ഇൻ എക്സസ് ഓഫ് 10% ഓഫ് ടോട്ടൽ ഇൻകം ബൈ സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ. അതായത് ഒരു സെൽഫ് എംപ്ലോയിഡ് പേഴ്സൺ എന്നാണ് അയാളുടെ റെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഒന്നുകിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ 10% അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ 25%, റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് ടോട്ടൽ ഇൻകം. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഒരു 5000 രൂപ റെൻ്റ് അടച്ചു, ഇപ്പോൾ നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 2 ലക്ഷം രൂപേൻ്റെ 10% എന്ന് വെച്ചാൽ 20,000 രൂപയാണ്. അപ്പോൾ 5000 രൂപേൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, നമുക്ക് മൊത്തം വരുമാനം 10 lakh rupees ഉണ്ടെന്ന് കരുതാം ടോട്ടൽ ഇൻകം. അപ്പോൾ അതിൻ്റെ 10% കാണാം, അപ്പോൾ 1 ലക്ഷം രൂപ വന്നു. നമ്മൾ മൊത്തം എത്ര റെൻ്റ് അടയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ 1,50,000 റെൻ്റ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ 1,50,000 റെൻ്റ് അടയ്ക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ അടയ്ക്കുന്ന ടോട്ടൽ ഇൻകത്ത്, അല്ലെ നമുക്ക് കിട്ടിയ ടോട്ടൽ ഇൻകത്തിൻ്റെ 10%. അപ്പോൾ ഇത് ഡിഫറൻസ് എത്ര ഉണ്ട്, 50,000 ഉണ്ട്, അത് നോക്കുക. എന്നിട്ട് പിന്നെ ടോട്ടൽ ഇൻകത്തിൻ്റെ 25% നോക്കുക. അതായത് ഈ 10 ലക്ഷത്തിൻ്റെ 25% എത്ര വരും, 25 ലക്ഷം. അത് നോക്കുക, 25 ലക്ഷം, 2,50,000 അത് നോക്കുക. പിന്നെ പ്രതിമാസം 5,000 വെച്ച് നോക്കുക. അപ്പോൾ 5,000 ഇൻറ്റു 60,000 അല്ലേ, 5,000 ഇൻറ്റു 12 പ്രതിമാസമല്ലേ. ഇതിലേതാ ചെറുത്, 50,000. അപ്പോൾ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആണ് എടുക്കേണ്ടത്. ഓക്കെ. എക്സസ് റെൻറ്റ് പെയ്ഡ് ഓവർ 10% ഓഫ് ടോട്ടൽ ഇൻകം, 25% ഓഫ് ടോട്ടൽ ഇൻകം, അല്ലെങ്കിൽ എന്താണ് 5,000 പെർ മന്ത് വെച്ചിട്ട് എടുക്കുക. ഏതാണോ ചെറുത് അതാണ് 80GGയിൽ വരുന്നത്. ഇനി ശ്രദ്ധിക്കുക, 80GGA ആണ്, അത് എല്ലാ SSCസിനും കിട്ടും, ഇത് ഇൻഡിവിജ്വൽസിന് മാത്രമേ കിട്ടൂ കേട്ടോ. അപ്പോൾ ഇതിന് എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷന് പൈസ അടയ്ക്കുക എന്നുള്ളതാണ്. എത്ര ഡിഡക്ഷൻ കിട്ടുമെന്ന് വെച്ചാൽ അടയ്ക്കുന്ന തുക ഫുള്ളായിട്ട് ഡിഡക്ഷൻ കിട്ടും 100%. ഒരു സയൻറ്റിഫിക് റിസർച്ചിന് വേണ്ടി 80GGA ആണ്, സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ. അതിന് വേണ്ട ഡൊണേഷനാണ്, ഡൊണേഷൻ പെയ്ഡാണ്. ഇനി GGB ആണ്, ഡൊണേഷൻ പെയ്ഡ് ടു പൊളിറ്റിക്കൽ പാർട്ടി. അത് എന്താണ് ഇന്ത്യൻ കമ്പനീസിന് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഡൊണേഷൻ പെയ്ഡ് ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ആണ് എലിജിബിലിറ്റി, അത് 100% ആണ്. എത്ര കൊടുത്താലും എന്താണ് അത് 100% ഡിഡക്റ്റ് ചെയ്ത് കിട്ടുന്നുള്ളതാണ്. പിന്നെ ഡൊണേഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് ബൈ പേഴ്സൺ അതർ ദാൻ ഇന്ത്യൻ കമ്പനീസ് ആണ്. ഇന്ത്യൻ കമ്പനി അല്ലാത്തവർ ഡൊണേഷൻ ചെയ്യുന്ന പൊളിറ്റിക്കൽ പാർട്ടീസിന് ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് 80GGC ആണ്, അത് 100% കിട്ടും. അത് എന്തൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഇന്ത്യൻ കമ്പനി, ലോക്കൽ അതോറിറ്റി, ജുഡീഷ്യൽ പേഴ്സൺ, ഇവരല്ലാത്ത ഇപ്പോൾ ഇൻഡിവിജ്വൽസിനോ പാർട്ട്ണർഷിപ്പിനോ ഒക്കെ പൈസ കൊടുത്താലും 100% എന്ത് കിട്ടും, അത് ഡിഡക്ഷൻ കിട്ടുന്നുള്ള. 80GGB ഇന്ത്യൻ കമ്പനീസ് പൊളിറ്റിക്കൽ പാർട്ടീസിന് കൊടുക്കുന്ന ഡൊണേഷനാണ്. 80GGC എന്താണ് നമ്മുടെ കമ്പനീസ് അല്ലാത്ത മറ്റ് കമ്പനീസും ലോക്കൽ അതോറിറ്റിയും ജുഡീഷ്യൽ പേഴ്സണും അല്ലാത്ത മറ്റ് വ്യക്തികൾ കൊടുക്കുന്ന എന്താണ് ഡൊണേഷനാണ്. ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി പൈസ ഇറക്കുകയാണെങ്കിൽ, അത് ഒരു SSC ബിസിനസ്സിൽ എൻഗേജ് ആണെങ്കിൽ അയാൾ എന്തെങ്കിലും ഇപ്പോൾ എന്താണ് പാലുണ്ടാക്കാനോ റോഡ് ഉണ്ടാക്കാനോ ഒക്കെ പൈസ ഇറക്കുന്നുണ്ടെങ്കിൽ അതിൽ 100% പ്രോഫിറ്റ് കിട്ടുന്നത്, 100% പ്രോഫിറ്റ്
10 കൊല്ലത്തേക്ക് എന്താണ് അത് എമൗണ്ട് ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ്. പിന്നെ ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഫ്രം ആൻ അണ്ടർടേക്കിംഗ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ. അപ്പോൾ ഇതിൻ്റെ നമ്പർ നോക്കുന്നത് IA ആട്ടോ, ATIA ആണ്. ഇത് ATGGC കഴിഞ്ഞാൽ ഇത് ATIA ആണ്, എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. ഇനി IAB വരുന്നതാണ് സ്പെഷ്യൽ എക്കണോമിക് സോണിൽ എന്തെങ്കിലും എന്താണ് നമ്മളൊരു ബിസിനസ് അണ്ടർടേക്കിംഗ് നടത്തി അതിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടാണെങ്കിൽ അത് ഒരു ബിസിനസ് നടത്തുന്ന ആളൊക്കെ SSCക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. അതും പ്രോഫിറ്റിൻ്റെ 100% പ്രോഫിറ്റ് ഡിഡക്ഷൻ കിട്ടും 10 കൊല്ലത്തേക്ക്. സ്പെഷ്യൽ എക്കണോമിക് സോണിൽ നമ്മൾ എന്ത് ചെയ്യണം, പക്ഷേ അതിൽ അവിടെ ബിസിനസ് നടത്തിയിരിക്കണം. പിന്നെ വരുന്നത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ്സാണ്. അതായത് ഇപ്പോൾ വല്ല ഇന്നോവേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സ്പെസിഫൈഡ് ബിസിനസ് ഉണ്ടെങ്കിൽ അത് ATIAC ആണ്. അങ്ങനെ വരുമ്പോൾ എന്താണ് 100% പ്രോഫിറ്റ് കിട്ടും. 3 കൊല്ലത്തേക്കാണ്, അസസ്മെൻറ്റ് ഇയറിലേക്കാണ് ആ പ്രോഫിറ്റ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. ഇനി ATIB അതെന്താണെന്ന് വെച്ചാൽ ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇതൊക്കെ പ്രോഫിറ്റ് നിൽക്കുന്ന ഡിഡക്ഷനാണ്. ഇതൊക്കെ പ്രോഫിറ്റ് എന്നാണ്. അത് IA-യും IAB-യും IAC-യും പ്രോഫിറ്റ് എന്നാണ്. IB-യും പ്രോഫിറ്റ് എന്നാണ്. പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് എൻഗേജ് ഇൻ ബിസിനസ് അതർ ദാൻ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ആർക്കാ കിട്ടുക, ബിസിനസ് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ കിട്ടുക. എന്താ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എത്ര വരുന്നു വെച്ചാൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് മിനറൽ ഓയിൽ ആണെങ്കിൽ 100% പ്രോഫിറ്റ് 7 കൊല്ലത്തേക്ക് കിട്ടും. പിന്നെ ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണെങ്കിൽ എന്താണ് അത് 2009-2015 ഇടയ്ക്കാണെങ്കിൽ എന്താണ് 100% പ്രോഫിറ്റ് 7 കൊല്ലത്തേക്ക് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് ഹാൻഡ്ലിംഗ് ആണെങ്കിൽ അത് ഫുഡ് ഗ്രെയിൻസിൻ്റെ കേസാണെങ്കിലും 5 കൊല്ലത്തേക്ക് എന്താണ് 100% പ്രോഫിറ്റ് കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത 5 കൊല്ലത്തേക്ക് 30% കിട്ടും. പിന്നെ എന്താണ് അടുത്ത 5 കൊല്ലത്തേക്ക് 25% കിട്ടുന്നുള്ളതാണ്. പിന്നെ ഈ ഫ്രൂട്ടും വെജിറ്റബിളൊക്കെ പ്രോസസ്സ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിൽ 5 കൊല്ലത്തേക്ക് 100% പ്രോഫിറ്റ് ഡിഡക്ഷൻ കിട്ടും. 30% അടുത്ത 5 കൊല്ലം, അത് കഴിഞ്ഞ് 25% നെക്സ്റ്റ് 5 ഇയർ. പിന്നെ മീറ്റ് പ്രിസർവ് ചെയ്യാനാണെങ്കിലും എന്താണ് ഇത് 2009 മുതലുള്ളതാണ്. അത് 5 കൊല്ലത്തേക്ക് 100% കിട്ടും. പിന്നെ എന്താണ് 30%, 25% അടുത്ത 5 കൊല്ലത്തേക്ക് കിട്ടുന്നതാണ്. ഇനി ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ഹൗസിംഗ് പ്രോജക്റ്റാണ്. നമ്മൾ ഹൗസിംഗ് പ്രോജക്റ്റിനൊക്കെ എന്തെങ്കിലും ബിസിനസ് നടത്തിയിട്ട് എന്തെങ്കിലും വീടുണ്ടാക്കി വിൽക്കുന്ന ബിസിനസ്സാണ് നടത്തുന്നതെങ്കിൽ അത് ATIBA വരിക. അത് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം. 100% പ്രോഫിറ്റാണ് ഡിഡക്ഷൻ കിട്ടുക. 2016-ലും 22 ഇടയിൽ എന്താണ് അപ്രൂവ് ചെയ്ത സ്ഥാപനമായിരിക്കണം. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് പ്രോഫിറ്റ് ഫ്രം അണ്ടർടേക്കിംഗ് ഓഫ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്. അതായത് ഇപ്പോൾ ചില സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഉണ്ട്, അവിടെ എന്താണ് ബിസിനസ് നടത്തി പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ 5 കൊല്ലത്തേക്ക് 100% പ്രോഫിറ്റ് ഡിഡക്ഷൻ കിട്ടും. പിന്നെ എന്താണ് 30% കമ്പനീസിന്, 25% എന്താണ് മറ്റുള്ളവർക്കും 5 കൊല്ലത്തേക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പനീസിന് 30%, 25% മറ്റ് സ്ഥാപനങ്ങൾക്ക് കേട്ടോ ഡിഡക്ഷൻ കിട്ടുക. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിപ്പോൾ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് അല്ലേ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൻ്റെ വേറൊരു വകുപ്പുണ്ട്, ATIE ആണ്. അതും പ്രോഫിറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതെന്താണ് SSC എൻഗേജ് ഇൻ ബിസിനസ് ഇൻ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. 100% പ്രോഫിറ്റ് കിട്ടും 10 കൊല്ലത്തേക്ക് എന്നുള്ളതാണ്. ഇനി എന്താണ് പ്രോഫിറ്റ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് നമ്മൾ എന്താണ് കളയാൻ വേണ്ടിയിട്ട് പ്രോസസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ATJJA ആണ്. എല്ലാ SSCസിനും കിട്ടും. എന്താണ് ഒരു ബിസിനസ് നടത്തണം എന്താണ് ബയോഡീഗ്രേഡബിൾ വേസ്റ്റ് കളക്ട് ചെയ്ത് പ്രോസസ് ചെയ്യാൻ. അത് വളക്കാക്കി മാറുന്ന സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിന് 100% പ്രോഫിറ്റ് 5 കൊല്ലത്തേക്ക് കിട്ടുന്നുള്ളതാണ്, റിഡക്ഷൻ കിട്ടും. ഇനി ATJJAA ആണ്. അതെന്താണ് എൻഗേജ് ഇൻ എംപ്ലോയ്മെൻറ്റ് ഓഫ് ന്യൂ വർക്ക്മെൻ ആണ്. പുതിയ ആൾക്കാർക്ക് ജോലി കൊടുക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ 30% എന്ത് കിട്ടും, അവർക്ക് കിട്ടുന്ന അഡീഷണൽ വേജസ് പേ ടു ന്യൂ വർക്ക്മെൻ ഡിഡക്ഷൻ കിട്ടും. ഇനി SSCക്ക് അത് എന്താണ് അത് എലിജിബിൾ ആണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് പറയുന്നത് ഇൻകം ഫ്രം ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് ആണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്ത് ഏതെങ്കിലും ബാങ്കിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അവിടുന്ന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ 100% പ്രോഫിറ്റ് 5 കൊല്ലത്തേക്ക് കിട്ടും. അതിനുശേഷം 50% 5 കൊല്ലത്തേക്ക് വീണ്ടും പ്രോഫിറ്റ് കിട്ടും. എലിജിബിലിറ്റി ഒരു ബാങ്ക് ഹാവ് ആൻ ഓഫ് ഷോർ ബാങ്കിങ് യൂണിറ്റ് ഇൻ സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, ഓഫ് ഷോറാണ്. ആ സ്പെഷ്യൽ എക്കണോമിക് സോൺ പ്രകാരം ഓഫ് ഷോറിലേക്ക് ആ ബാങ്കിങ് ഫെസിലിറ്റി പോകുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് സർട്ടൻ ഇൻ്റർ കോർപ്പറേറ്റ് ഡിവിഡൻ്റ് ആണ്. അത് ഡൊമസ്റ്റിക് കമ്പനീസിന് കിട്ടുന്നതാണ്. അത് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ഡൊമസ്റ്റിക് കമ്പനി ഇൻക്ലൂഡ് എനി ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഫ്രം എനി അതർ ഡൊമസ്റ്റിക് കമ്പനി ഓർ എ ഫോറിൻ കമ്പനി ഓർ എ ബിസിനസ് ട്രസ്റ്റ് ആണ്. എമൗണ്ട് ആക്വൽ ടു ഡിവിഡൻഡ് റിസീവ്, എത്ര ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടോ അതാണ് ഡിഡക്ഷൻ വരിക എന്നുള്ളതാണ്. നിങ്ങളപ്പോൾ ഇതൊക്കെ ഒന്ന് മെയിൻ നോക്കി വെക്കുക.
അതായത് ഒരു എന്താണ് കോർപ്പറേറ്റ് ഡിവിഡൻഡ്, ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ, ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർ വാങ്ങി, ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ട്, അതിന് ഡിവിഡൻഡ് കിട്ടുകയാണെങ്കിൽ എന്താണ് അത് എമൗണ്ട് ഈക്വൽ ടു ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം അതർ ഡൊമസ്റ്റിക് കമ്പനി എന്ത് കിട്ടും, ഫുൾ ഡിഡക്ഷൻ കിട്ടും. വേർ ദ GTI ഓഫ് ദ കമ്പനി, ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ദ കമ്പനി ഇൻക്ലൂഡ് എനി ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ് ഫ്രം എനി അതർ ഡൊമസ്റ്റിക് കമ്പനി ഓർ ഫോറിൻ കമ്പനി. അതായത് ഫോറിൻ കമ്പനിന്നോ ഡൊമസ്റ്റിക് കമ്പനിന്നോ എന്ത് കിട്ടണം, ഒരു ഡിവിഡൻഡ് കിട്ടിയാൽ മാത്രം മതി. പക്ഷേ ഇത് ആർക്കും എലിജിബിലിറ്റി ഉള്ളത്, SSC ആരാണ്, ഡൊമസ്റ്റിക് കമ്പനിക്ക് മാത്രമേ ഇത് ഈ ഒരു ഡിഡക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നെക്സ്റ്റ് ആണെന്ത് നെക്സ്റ്റ് ATP ആണ്. അത് കോർപ്പറേറ്റീവ് സൊസൈറ്റീസിന് കിട്ടുന്നതാണ്. അത് ബാങ്കിങ്, ബിസിനസ്, കോട്ടേജ് ഇൻഡസ്ട്രി, അതായത് കൂടുതൽ വ്യവസായങ്ങൾ, മാർക്കറ്റിംഗ്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഒക്കെ ചെയ്യുന്ന കോർപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് അവരുടെ 100% പ്രോഫിറ്റും എന്ത് ചെയ്യും പറ്റും, അവർക്ക് ഡിഡക്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെന്താണ് റോയൽറ്റി ഇൻകം ഓഫ് ഓതേഴ്സ്, അത് ATQQB ആണ്. അത് റോയൽറ്റി ഇൻകം അല്ലെങ്കിൽ 3 ലക്ഷം രൂപ വരെ എന്ത് കിട്ടും, ഈ പറയുന്ന ഡിഡക്ഷൻ കിട്ടും. അത് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആയാൽ മതി, ഓതർ ഓഫ് എ ബുക്ക് ആയാൽ മതി, QQB. ഇനി ATRRB ആണ്. അതെന്താണ് റോയൽറ്റി ഇൻകം ഓഫ് ഒരു പാറ്റന്റിന് കിട്ടുന്നതാണ്. അത് ഒരു ഇൻഡിവിജ്വൽ റെസിഡൻ്റ് ആവണം, അത് 3 ലക്ഷം വരെയാണ് എന്ത് കിട്ടുക, ഡിഡക്ഷൻ കിട്ടുക. ഇയാൾക്കൊരു പാറ്റന്റ് ഉണ്ടായാൽ മതി, ഇത് ഇവിടെ ഒരു ബുക്ക് എഴുതിയാൽ മതി, ATQQB ആണ്. പിന്നെ ATTTA ആണ്. അതെന്താണ് ഡിഡക്ഷൻ ഫ്രം സേവിങ്സ് അക്കൗണ്ട് ആണ്. അത് 10,000 വരെ എന്ത് കിട്ടും, നമുക്ക് ഡിഡക്ഷൻ കിട്ടും. ഒരു ഇൻഡിവിജ്വലിന് HUF ആയാൽ മതി, നമ്മളൊരു സേവിങ്സ് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് അതിന് എന്താണ് ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി. 10,000 വരെ നമുക്ക് എന്ത് കിട്ടും, ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ്. അത് ദിസ് സെക്ഷൻ ഷാൽ നോട്ട് അലൗഡ് ടു സീനിയർ സിറ്റിസന് കൂടുതൽ പലിശ കിട്ടുന്നത് കൊണ്ട് എന്താണ് അത് ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഡിഡക്ഷൻ ഫ്രം ഇൻട്രസ്റ്റ് ഓൺ ഡെപ്പോസിറ്റ് ആണ്. അത് എന്താണ് സീനിയർ സിറ്റിസന് കിട്ടുന്നതാണ്. ATTTB, അത് 50,000 രൂപ വരെ എന്താണ് ഡിഡക്ഷൻ കിട്ടും. അതൊരു സേവിങ്സ് അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് കിട്ടുന്നതാണ്, ഇൻകം ആയാൽ മതി. പിന്നെ ATU ആണ്. അതെന്താണ്, അത് ഡിസേബിൾഡ് പേഴ്സണ് കിട്ടുന്നതാണ്, ഇൻകം ഓഫ് എ ഡിസേബിൾഡ് പേഴ്സൺ. അത് റെസിഡൻറ്റ് ഇൻഡിവിജ്വൽ ആയാൽ മതി, ഇൻകം ഏൺഡ് ബൈ എ ഡിസേബിൾഡ് പേഴ്സൺ ആവണം. അപ്പോൾ എന്താണ് ഒന്നുകിൽ ഇൻകമോ അല്ലെങ്കിൽ 75,000 രൂപ വരെ കിട്ടുന്നതാണ്. സിവിയർ ഡിസബിലിറ്റി ആണെങ്കിൽ 1,25,000 രൂപ വരെ കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഓടിച്ച് പറഞ്ഞു പോയതാണ്. ഇത് ബൈഹാർട്ട് പഠിച്ചു വെക്കണം. കാര്യം കണക്കുകൾ വരുന്ന നേരത്തു നിന്നാണ് അത് ചെയ്യാനായിട്ടുള്ളതാണ്. നമുക്കൊരു കണക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതൊന്ന് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, 2 കണക്കുകളുണ്ട്. അത് നമുക്കൊന്താണ് ഡിസ്കസ് ചെയ്യാം. 2 കണക്കുകൾ മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്താൽ മതി. ഓക്കെ.